ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മുടെ 2 ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ടുള്ള 7ാമത്തെ ദിവസം, അതായത് ഇന്ന് നമ്മൾ ഈ ഒരു ചാലഞ്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്കിനായിട്ട് ഞാൻ എടുക്കുന്നത് ബേസൻ പൗഡർ അല്ലെങ്കിൽ കടലമാവാണ്. അതൊരു 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ എടുക്കുന്നത് തൈരാണ്, നല്ല തൈരും കൂടെ എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതായത് നമുക്കൊരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നവരെ നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് വന്നിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു കടലമാവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനൊക്കെ റിമൂവ് ചെയ്ത് നമ്മളെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല, നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളേതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. ശരിക്കും ഒരു ബ്ലീച്ചൊക്കെ ചെയ്തൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു എഫക്റ്റ് ശരിക്കും കിട്ടാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ട ഒരു വീഡിയോയിലും ആക്ച്വലി ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അത് മറക്കരുതേ. അപ്പോൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് ഒരു സെമി ഡ്രൈ ആവുന്നവരെ വയ്ക്കുക. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ നമ്മൾ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.